സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയാകാൻ ബി.ആർ. ഗവായി. ജസ്റ്റിസ് ബി.ആർ. ഗവായിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. മെയ് 14-ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മെയ് 13-ന് വിരമിക്കും. സുപ്രീം കോടതിക്ക് പുതിയ ചീഫ് ജസ്റ്റിസ് വരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബി.ആർ. ഗവായിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചു. മെയ് 14-നാകും സത്യപ്രതിജ്ഞ ചടങ്ങ്. നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മെയ് 13-ന് വിരമിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, പറയൂ. ജിഷ്ണു, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ. കൃഷ്ണാജി, ജസ്റ്റിസ് ബി.ആർ. ഗവായിയെ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. മെയ് 14-നാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നിലവിലെ ചീഫ് ജസ്റ്റിസായിട്ടുള്ള സഞ്ജീവ് ഖന്ന മെയ് 13-ന് വിരമിക്കും. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനം. ജസ്റ്റിസ് ബി.ആർ. ഗവായിയെ സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിലവിലെ ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. ആ ശുപാർശയാണ് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകരിച്ചുകൊണ്ട് നിയമനം ആയിട്ടുള്ളത്. മെയ് 14-നായിരിക്കും പുതിയ ചീഫ് ജസ്റ്റിസ്, അതായത് ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി.ആർ. ഗവായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. 1960 നവംബറിൽ അമരാവതിയിലാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് എന്ന ബി.ആർ. ഗവായിയുടെ ജനനം. 16 വർഷം മുംബൈ ഹൈക്കോടതിയിൽ 2003 മുതൽ 2019 വരെ മുംബൈ ഹൈക്കോടതിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2019-ലാണ് സുപ്രീം കോടതി ജഡ്ജിയായി അദ്ദേഹം എത്തുന്നത്. ഇപ്പോൾ നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നിർദ്ദേശപ്രകാരമാണ് 52ാമത് ചീഫ് ജസ്റ്റിസായി ബി.ആർ. ഗവായിയെ നിയമിക്കുന്നത്. കൃഷ്ണരാജ്.